ഗായ്സ് നമ്മള് അഞ്ചല് പോകുന്നു. എന്തിനാണ്? അഞ്ചലല്ല, പുത്തയം. അഞ്ചലി പുത്തയം. അഞ്ചല് പോകുന്നില്ല, അഞ്ച് പോകുന്നതിന് മുന്നേ നമ്മൾ തിരിഞ്ഞു. അവിടെ വളഞ്ഞു. ഇപ്പൊ എന്തിനാ പോണേ? നമ്മളൊരു സാധനം എടുക്കാൻ ലാപ്ടോപ്പ്. പുതിയ ലാപ്ടോപ്പ് നമ്മൾ എടുക്കാൻ പോകുന്ന സാധനം എന്തിനാന്ന് ഇപ്പോഴേ പറഞ്ഞ അവസാനം പറഞ്ഞാൽ ഗുമ്മുള്ളൂ. എന്നാ അത് അവസാനം നിങ്ങളെല്ലാം മാച്ച് കേട്ടില്ല. ചിക്കറിഞ്ചായിരിക്കും. ജീവനെണ്ണുണ്ട്. വഴി നീട്ടിയതാണ് എന്നെ. വഴി നീട്ടിയതാ. ഞാൻ അന്താസായിട്ട് ഞാൻ ബസ്സിൽ കയറി വീട്ടിൽ പോയിക്കൊണ്ടിരുന്നത്. എന്നെ വിളിച്ച് ഇറക്കി. ആര് വിളിച്ച്? ആഷിഖാണ് ഈ ഡ്രൈവർ. അറിയായിരിക്കുമല്ലോ, പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ആഷിഖിന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ശരി, നമ്മൾ അഞ്ചലെത്തിയിട്ട് കാണാം. നമ്മളെ പുത്തയത്തെത്തി. ആഷിക്കണ്ണൻ ലാപ്പ് എടുക്കാൻ പോയി. ഞാൻ പോയില്ല. ആഷിഖിനെ വിളിച്ചാൽ ഞാൻ പിന്നെ പുറം പോയില്ല. ആഷിക്ക് ഫാമിലിയായിട്ട് ഇടപെടാനായിരുന്നു. നമ്മളതിൻ്റെ ഇടയിൽ ഒരു കട്ടുറും ഭാവമുണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളാണ്. പോയില്ലേ? നന്മയുള്ള ലോകം. അപ്പം ഇനി സാധനം കൊണ്ടുവന്നിട്ട് ലാപ്പ് കൊണ്ടുവന്നിട്ട് ഞാനാണെങ്കിൽ ആ സമയത്തിരുന്ന് അവരുടെ വീഡിയോ എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഫോട്ടോ അപ്പോൾ ഇത് എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പം ആഷിഖണ്ണൻ ഇനി വന്നിട്ട് നമ്മൾ പിന്നെ എവിടെ പോകണമെന്ന് പറയുന്നിട്ട് ഇവിടെ തന്നെ. അങ്ങനല്ല, അത് വേഗം കണ്ടു വാങ്ങണമെന്നാ. ഫുഡ് വാങ്ങിത്തരുമോ നോക്കാം. ഇത് ആഷിഖണ്ണൻ അറിയില്ലല്ലോ. അതെ, വാങ്ങിത്തരുമല്ലോ നോക്കാം. സ്നേഹം ഉണ്ടായില്ലേ നോക്കാം. അതെ, തരുമായിരിക്കും. ആഷിഖ് വന്നില്ലെങ്കിൽ എനിക്ക് എൻ്റെ മണ്ടയിലാക്കും. എൻ്റെ പൈസ ഉണ്ടായി. ഒരു ഷവർമ്മക്കുള്ള പൈസ ഉണ്ട്. ഒരു ഷവർമ്മക്കുള്ള അതിൻ്റെ അപ്പം 3 ഷവർമ്മയില്ല. അവൻ്റെ പൈസ വേണ്ട, നമ്മളൊന്നും പറയണ്ട. സ്നേഹം കൊണ്ട് നമുക്ക് വാങ്ങിത്തരുമല്ലോ, നമുക്ക് നോക്കാം. വാങ്ങിത്തരാൻ നിങ്ങൾക്ക് പറയാം, വീഡിയോ എടുത്താണ്. അത് തന്നെ. ആഷിഖണ്ണൻ അറിയുന്നില്ലല്ലോ നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പം നോക്കാം, വാങ്ങിത്തരില്ലേ നോക്കാം. നമുക്ക് പൊട്ടൻ എന്ന് പറഞ്ഞാൽ മരപ്പൊട്ടൻ. പൊട്ടൻ ഇപ്പം എന്താ കുറ്റം പറയാം, കാരണം ആഷിഖണ്ണില്ല. വീഡിയോ കാണുമ്പോൾ സർപ്രൈസ് ആവും. വാങ്ങിത്തരുന്നിട്ട് നോക്കണം. അപ്പം ആഷിഖണ്ണൻ വരട്ട്, എന്നിട്ട് കടയെല്ലാം കയറണ കാണാം. അങ്ങനെ നമ്മളിപ്പോൾ ആഷിഖണ്ണൻ ഇരുന്ന വീട്ടിൽ പോയ വീട്ടിൽ നമ്മളെ അങ്ങോട്ട് ചെല്ലാൻ ആവശ്യം. അയ്യോ, ഇതിൻ്റെ ഇതടക്കം ഉണ്ട്. ഗ്ലാസ് നമ്മളങ്ങോട്ട് കൊണ്ട് ഞാൻ ജീവൻ കൂടെ അങ്ങോട്ട് പോകുന്നു. അതാ വീട് അറിയത്തില്ല. ഇങ്ങോട്ടല്ലേ കിടന്നേ? ലൊക്കേഷൻ എന്നിട്ടാണ് ഇതായിരുന്നു വീട്. നമ്മൾ കുറ്റം പറഞ്ഞേ കേട്ടോ എന്തോ സ്റ്റൈല് തന്നെ. നമ്മളവിടെ നിന്ന് ഇറങ്ങി. ദാണ്ട ലാപ്പ്, ദാണ്ട ആഷിഖണ്ണൻ, ദാണ്ട ചേച്ചി. അല്ല, ചേച്ചിയല്ലേ ചേച്ചിയും ആളെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നു. ഇനി വണ്ടി കയറണം. വണ്ടി കയറി. ഇനി നമ്മൾ ഇതിന്റെ സാധന സാമഗ്രികൾ വാങ്ങാൻ പോകുന്നു. ബാഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അയ്യോ, കഴിക്കാൻ കയറാൻ നമ്മുടെ പൈസ ഇല്ല. ഇത് ഇത്ര പൈസ വാങ്ങിച്ചെന്ന് പിന്നെ സാധനങ്ങൾ വാങ്ങുന്നെടുത്തിട്ട് അങ്ങനെ നമ്മൾ എവിടെ ഇവിടെ കഴിക്കാൻ പോകുന്നു. വാങ്ങി തന്നു. ഇനി ഫുഡ് ബ്ലോഗറാന്നും പറഞ്ഞ് ഓസിന് സാധനം കഴിക്കും. നമ്മളെന്തിനൊക്കെ വാങ്ങണം. അങ്ങനെ നമ്മൾ ചിക്കൻ പപ്സ് ഓർഡർ ചെയ്ത് വന്നു. 3 എണ്ണം ഉണ്ട്. ഒരെണ്ണം വായിലാക്കി. ഇതിനെണ്ണ എന്തായിരുന്നു? കട്ടൻ കാപ്പിയും സുലൈമാനി. നമ്മൾ കരിക്ക് ഷേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ആക്കും. ഓക്കെ, നമ്മുടെ കരിക്ക് ഷേക്ക് 2 എണ്ണം. പിന്നെ അത് പോയി കുടിക്കട്ടെ. നമ്മൾ കഴിച്ചിറങ്ങി. ബിൽ 250 കൊടുത്തത് ഡ്രൈവർ.
ഡ്രൈവർ ആഷിഖ്. റിവ്യൂ പറയാം. ഇപ്പം നമ്മൾ അങ്ങോട്ട് പോട്ടെ. നമ്മൾ ഫുഡ് കഴിച്ച് കയറി വണ്ടി തിരിക്കുന്നേ ഉള്ളൂ. ഞാൻ ഇവിടുത്തെ ഷേക്കിൻ്റെ ഭയങ്കര ഫാനാണ്. ബട്ട് ഫുഡ് ഫുഡെന്ന് പറയാൻ ഒന്നുമില്ല, പഫ്സ് മാത്രമേ ഉള്ളൂ. പഫ്സ് ചിക്കൻ പഫ്സ് ആദ്യമേ അത് തന്നെ. അങ്ങനല്ല, ചിക്കൻ പഫ്സ്, ചിക്കൻ റോൾ. അപ്പൊ ഞാൻ പറഞ്ഞു 3 എഗ് പപ്സ് ഒന്ന് 2 എഗ് പപ്സ് എന്ന് പറഞ്ഞ പറയൂ. എഗ് പപ്സ് ഇല്ല, ഇത് ട്രാൻസിഷൻ കേട്ടോ. നിങ്ങൾക്ക് വല്ലതും പറ്റിയ ഗൈസ്? ആർക്കൊന്നും പറ്റിയിട്ടില്ല. എന്നിട്ട് പുള്ളി എടുത്ത് പറഞ്ഞ 3 ചിക്കൻ പപ്സ് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ പുള്ളി 3 മീറ്റ് റോൾ എടുത്തോണ്ട് വരുന്നു. അയ്യോ, ചിക്കൻ പപ്സ് ആയിരുന്നു പറഞ്ഞു. കണ്ണാടി പിന്നെ ചമ്മി. പിന്നെ പോയി 3 ചിക്കൻ പപ്സും എടുത്തോണ്ട് വന്ന്. പക്ഷേ ചിക്കൻ പപ്സ് ചിക്കനില്ലാത്ത ചിക്കൻ പപ്സ്. പിന്നെന്തുവാ, സുലൈമാനി ഞാൻ വെറുതെ കിട്ടി ഇളക്കി അതിൻ്റെ കടുപ്പം കൂട്ടി ബാഗിൻ്റെ. അപ്പം അവസാനം അത് കഷായമായി. കരിക്ക് ജ്യൂസ് അല്ലടാ, ഷേക്ക്. സൂപ്പറായിരുന്നു. ഇവിടുത്തെ ഷേക്കെല്ലാം നല്ല എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു കട തന്നെ ഷേക്ക്. നമ്മളിവിടുത്തെ ഷമാമുണ്ട്. ഷമാമിൻ്റെ ഷേക്ക് ഉണ്ട്, അത് വേറെ ലെവൽ. അത് മറ്റേ ആ വെള്ള നിറത്തിലൊരു ഉണ്ട, ഈ ഫ്രൂട്ട്സ് അകത്ത് മഞ്ഞ കളർ ഇരിക്കും. കിവി ഐസ്ക്രീംസ് അത് വേറെ, അത് കിടിലം. അത് കിടിലമാണ് കിവി ഐസ്ക്രീം. ഷമാം വെള്ള നിറത്തിലെ മത്തങ്ങ പോലെ ഇരിക്കുന്ന അത്ര വലുതൊന്നുമല്ല, ഈ കമ്പിളി നാരങ്ങ പോലെ ഇരിക്കുമല്ലോ കടയിലൊക്കെ. അത് കട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് മഞ്ഞ കളർ ഇരിക്കും. ഇവനെ പോലുള്ളവനെ നിങ്ങൾ ഫോളോ ചെയ്യരുത്, ദയവ് ചെയ്ത്. ഉള്ള ഫോളോവേഴ്സ് അൺഫോളോ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ഒന്നുമില്ല. സപ്പോർട്ട് ചെയ്യോ? കറക്റ്റ്. എടാ അത് പറയുന്നതാണ് കിവി. കിവി അല്ലടാ വിറ്റു. നിന്റെ ക്ഷമാമൊന്നും സത്യം ചെയ്ത് കാണിച്ചു പറഞ്ഞാൽ പിന്നെ സമയം ഇനി താഴെ പോകത്തില്ല. ഫോൺ അപ്പൊ ഇനി കുളത്തൂപ്പുഴ വെച്ച് കാണാം. A few minutes later. കത്തി കൊണ്ട് വിദ്യാരംഭം കുത്ത് ഹരിശ്രീ തോക്കിൻ കാഞ്ചി വലി ശീലം അയ്യോ ഇടിയട്ടിയേ കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡ സർബത്ത് തുടിയിൽ മതയാനെ നേരിട്ടിടും കരുത്ത് ഇവനെ പടച്ച് വിട കടവുള്ളുക്ക് 10 ഇവനും മിന്നാട്ടെ എല്ലും മിന്നാട്ടെ അണ്ണൻ തനി നാടൻ കൊലമല്ലും മിന്നാട്ടെ എല്ലും മിന്നാട്ടെ എല്ലും മിന്നാട്ടെ അണ്ണൻ തനി നാടൻ കൊലമല്ലും മിന്നാട്ടെ. ആശിഖാന്റെ പോഷൻ അമ്മയ്ക്കായി തേങ്ങും പൈതൽ മടിയിൽ മറഞ്ഞോ ധാരാട്ടാതെന്തേ കരയാൻ കണ്ണീരില്ല കണ്ണീരൊപ്പാനാലും പോരണ്ട ഇരിയുന്നു കണ്ണിൽ കോപം കൊണ്ട് സമാരമൂർത്തി കടഞ്ഞിടാൻ മടിക്കും നഗരം ഇവൻ വരുന്ന ദിനം സ്വപ്നം കാണും താനാനന താനാനന ഇല്ലുമിനാട്ടെ തനി നാടൻ കൊല്ലമല്ലോ മിന്നാട്ടെ ഇല്ലുമിനാട്ടെ അണ്ണൻ തന്റെ നാടൻ കൊല്ലമല്ലോ മിന്നാട്ടെ. ജീവനെണ്ണ വെട്ടി ജീവനെണ്ണ ഇറക്കി വിട്ടു. ജീവനെണ്ണ എന്തോ പോകുന്നു, ഇരുട്ടത്ത് പോകുന്നു. ഉണ്ട് ബൈ ബൈ. നമ്മൾ ഇവിടുന്ന് പോകുന്നു. ടാറ്റാ ബൈ ബൈ. ഇരുട്ടാണ്, എന്തായാലും കാണാം. ജസ്റ്റ് ഒന്ന് വെള്ളം എടുക്കൊണ്ട് കാണാം. ബൈ ബൈ. നമ്മൾ നേരെ എവിടെ പോകും? കുളത്തോടെ പോയിട്ട് വീട്ടിൽ പോവാം. അപ്പം നമ്മൾ നേരെ മറ്റേ സാധനം വാങ്ങുന്നില്ല, നമ്മൾ നേരെ വീട്ടിൽ പോവാം. അപ്പോൾ ഇനി നമ്മൾ നേരെ വീട്ടിൽ പോയിട്ട് വരാം. ബൈ. ഇത്രയും കൊണ്ട് നമ്മുടെ ഇന്നത്തെ വ്ലോഗ് അവസാനിക്കുകയാണ് ഗായ്സ്. ടാറ്റാ.